പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി യൂട്യൂബിൽ കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി ദൈവം മുൻപാകെ താണിരിപ്പാൻ സർവകൃപാലുവായ ദൈവാടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കിത്തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ യൂട്യൂബിൽ കൂടെ ശ്രവിക്കുന്ന ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അടിയൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ. ലഭിക്കുന്ന സമയം തിരുവചനങ്ങളെ ധ്യാനിക്കുകയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം കൃപ ചെയ്യുന്നതോർത്ത് നന്ദി പറയുന്നു. അടിയനോട് കാണിക്കുന്ന എല്ലാ സ്നേഹങ്ങൾക്കും സ്നേഹസൽക്കാരങ്ങൾക്കും ജാതിമത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് തിരുവചന ചിന്തയിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇന്നത്തെ തിരുവചന ചിന്ത എന്ന് പറയുന്നത് തിരുവചനാടിസ്ഥാനത്തിൽ പഠിക്കുമ്പോൾ 4 യാമങ്ങളെക്കുറിച്ചാണ് നാം തിരുവെഴുത്തുകളിൽ കാണുന്നത്. ആ 4 യാമങ്ങളെക്കുറിച്ച് തിരുവെഴുത്തുകളിൽ കൂടെ തെളിയിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ്റെ ഒരു ധ്യാനത്തെക്കുറിച്ച് ഒരു വാക്യം വായിച്ചുകൊണ്ട് തിരുവചന ചിന്തയിലേക്ക് എൻ്റെ അനുഭവത്തിൽ കൂടെ ചില കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. 119 സങ്കീർത്തനം 148 വാക്യം, Psalms 119, 148. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒന്നുകൂടെ വായിക്കാം. 119 സങ്കീർത്തനം 148 വാക്യം. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. തിരുവെഴുത്തുകൾ നമ്മൾ ആധികാരികമായി പഠിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ തിരുവചന ചിന്തയിൽ കാണുവാൻ കഴിയുന്നു. എങ്കിലും ഞാൻ ഓടിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ ആത്മീയ ചിന്തയിലേക്ക് കടന്നു വരുവാൻ താല്പര്യപ്പെടുന്നു. സമയങ്ങളെക്കുറിച്ച് തിരുവെഴുത്തുകളിൽ കാണുന്നത് പുറപ്പാട് പുസ്തകം 14:24 പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രയീമ്യ സൈന്യത്തെ താറുമാറാക്കി. ആ ഭാഗം നിങ്ങൾ വായിച്ചു കൊള്ളണം. ഒന്നാമതായിട്ട്. രണ്ടാമത് കാണുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 19-ാം വാക്യമാണ്. മധ്യയാമത്തിൻ്റെ ആരംഭത്തിൽ അവർ കാവൽ മാറി നിർത്തിയ ഉടനെ ഗിദെയോനും കൂടെയുള്ള 100 പേരും പാളയത്തിൻ്റെ അറ്റത്ത് എത്തി കാഹളങ്ങൾ ഊതി കുടമുടച്ച് ഇടത്ത് കൈയിൽ പന്തവും വലത്ത് കൈയിൽ ഊതുവാൻ കാഹളവും പിടിച്ചു. യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാൾ എന്ന് ആർത്തു. സങ്കീർത്തനം 90:4 പറയുന്നു, 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. മത്തായി 14:25 അവിടെ പറയുന്നു, രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്നു വന്നു. പിന്നത്തേതിൽ ഞാനിത് വിശദീകരിച്ച് പറയുന്നതാണ്. തുടക്കത്തിലെ അങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മത്തായി 24:43 കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നുവല്ലോ.
അടുത്ത ഒരു കാര്യം കൂടെ, അതേ വാക്യം തന്നെയാണ് ലൂക്കോസ് 12:38 മുതൽ 35 മുതൽ 40 വരെ വായിക്കുമ്പോൾ അവിടെ രണ്ടാം യാമത്തിലെന്നും വന്നാലും യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അത് ഇത്രയും വായിക്കണം. ലൂക്കോസ് 12:35 മുതൽ 40 വരെയുള്ള ഭാഗങ്ങൾ നേരത്തെ വായിച്ച അതേ ഭാഗത്തിൽ നിന്നുള്ളത് തന്നെ. അവൻ രണ്ടാം യാമത്തിൽ വന്നാലും മൂന്നാം യാമത്തിൽ വന്നാലും അങ്ങനെ കണ്ടു എങ്കിൽ അവർ ഭാഗ്യവാന്മാർ. അപ്പോൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും അവിടെ കിടക്കുന്ന യാമങ്ങളിൽ അതിങ്ങനെ കാണുന്നു. എൻ്റെ ആത്മീയ ചിന്തയാണ് ഞാൻ പറയാൻ പോകുന്നത്. 4 യാമങ്ങളിൽ ഒരു യഹൂദൻ്റെ സമയം ആരംഭം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, സന്ധ്യയായി ഉഷസ്സായി 1-ാം ദിവസം. അപ്പോൾ യഹൂദൻ്റെ ദിവസം തുടങ്ങുന്നത് സന്ധ്യയ്ക്കാണ് തുടങ്ങുന്നത്. സന്ധ്യയായി ഉഷസ്സായി 1-ാം ദിവസം. അവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് എന്ന ഭക്തൻ്റെ ഒരു പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. 55-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ധ്യാനിക്കുന്നു. പ്രാർത്ഥനയാണ്. ഇങ്ങനെ പറയുന്നു: ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് ഞാൻ കരയും. അപ്പോൾ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും. 119-ാം സങ്കീർത്തനം 147-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ ഉദയത്തിനു മുൻപേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. ഞാനിനി എൻ്റെ ചിന്താവിഷയം 1-ാം യാമത്തിലെ എൻ്റെ ചിന്താവിഷയം കൂടെ, ആത്മീയ ചിന്ത കൂടെ പറയാം. 6 തൊട്ട് 9 മണി വരെ മനുഷ്യൻ്റെ സമയമാണ്. അതിനെക്കുറിച്ച് 2-ാം യാമത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കുന്നതാണ്. 6 തൊട്ട് 9 മണി വരെ രാവിലെ, അതായത് 104-ാം സങ്കീർത്തന 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്, രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ മനുഷ്യൻ തൻ്റെ പണിക്കായി പോകുന്നു, സന്ധ്യ വരെയുള്ള വേലയ്ക്കായി തന്നെ. ഇപ്പോൾ രാവിലെ വീട് വിട്ടിറങ്ങി ജോലിക്ക് പോകുന്നവർ, അവർ സന്ധ്യ വരെ, വൈകിട്ട് ചിലപ്പോൾ ചിലർക്ക് രാവിലെ തൊട്ട് 8 മണി തൊട്ട് 5 മണി വരെ ഉള്ളവരുണ്ട്, 4 മണി ഉള്ളവരുണ്ട്, 6 മണി വരെ ജോലി ചെയ്യുന്നവരുണ്ട്, 8 മണി വരെ ജോലി ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ വിവിധ മേഖലകളെങ്കിലും ഞാൻ എൻ്റെ ആത്മീയ ചിന്തയിൽ പറഞ്ഞാൽ 6 തൊട്ട് 9 മണി വരെ മനുഷ്യൻ കഷ്ടപ്പാടുകളുടെ ഉപജീവനത്തിൻ്റെ മാർഗത്തിനു വേണ്ടി ഓടി നടക്കുന്നതും, തൻ്റെ ഭവനത്തിൽ ഉപജീവന മാർഗത്തിനുള്ള വേല കഴിഞ്ഞ് ഭവനത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്ന സമയമാണ് യഥാർത്ഥത്തിൽ 6 തൊട്ട് 9 മണി വരെയുള്ള സമയമെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ ഓടിച്ച് ചില ചിന്തകൾ പറയുവാനായി താല്പര്യപ്പെടുന്നു. 6 മണി മുതൽ വൈകിട്ട്, അതായത് 6 മണി മുതൽ 9 മണി വരെ മനുഷ്യൻ്റെ സമയമെങ്കിൽ, യഹൂദൻ്റെ സമയം വെച്ചാണ് ഞാൻ പറയുന്നത്, നമ്മുടെ പ്രഭാതം തൊട്ടുള്ള കാര്യം. 2-ാമത്തെ യാമം എന്ന് പറയുന്നത് 9 തൊട്ട് 12 മണി വരെയുള്ള സമയമാണ്. അതിനെക്കുറിച്ച് എന്താണ് തിരുവചനം എന്ത് പറയുന്നു എന്ന് നോക്കാം. അവിടെ വായിക്കുന്നു, ദൈവത്തെക്കുറിച്ച് പറയുന്നത്, അങ്ങ് ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാകുന്നു, അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു, ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു, അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു, സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു, തങ്ങളുടെ ഗുഹകളിൽ ചെന്ന് കിടക്കുന്നു. ഇതാണ് 9 തൊട്ട് 12 മണി വരെയുള്ള സമയങ്ങൾ. ഞാൻ പലപ്പോഴും ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ, കോഴിക്കോടിൻ്റെ പ്രദേശത്തായിരിക്കുമ്പോൾ, സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്ന വഴിക്ക് ഗുണ്ടൽപേട്ട അവിടെ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട്, അതായത് കുറേ വനമാണ്. അതായത് ബത്തേരി കഴിഞ്ഞ് കുറേ ദൂരം പോകുമ്പോൾ തന്നെ അറിയാം, കാട്ടുമൃഗങ്ങൾ ഇങ്ങനെ ഓടി നടക്കുന്നതും
കൂട്ടം കൂട്ടമായി പോകുന്നതും ഒറ്റയാൻ തിരിഞ്ഞു നിൽക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ രാത്രി 12 മണി വരെ അവരുടെ സമയമാണ്. പക്ഷേ ഇന്ന് മനുഷ്യൻ അവരുടെ സമയം കൂടെ കവർന്നെടുക്കുകയാണ്. കാരണം ചിലർക്ക് ആരെയും കുറ്റം പറയുന്നതല്ല, ചിലർക്ക് ചിലപ്പോൾ നൈറ്റിലായിരിക്കും ഡ്യൂട്ടി, ചിലർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയിരിക്കും ഡ്യൂട്ടി. അതിലൊക്കെ ഒന്നുമല്ല ഞാനീ പറയുന്നത്. ഞാൻ ചില ആത്മീയ ചിന്തകളാണ് ഞാനീ പറയുന്നത്. അത് ലാസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്കതിനെക്കുറിച്ച് മനസ്സിലാകും. എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ മൃഗാദികൾ, പക്ഷികൾ അവർ ആഹാരത്തിന് വേണ്ടി ദൈവത്തോട് ചോദിക്കുന്നതും തിരുവെഴുത്ത് അങ്ങനെയാണ് പറയുന്നത്. അവർ ഇറങ്ങി നടക്കുന്ന കാട്ടുമൃഗങ്ങൾ ഇറങ്ങി സഞ്ചാരം നടത്തി അവരുടെ ആഹാരങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് ചോദിക്കുന്ന സമയങ്ങളാണ് ഈ സമയമെന്നാണ് ഞാൻ ആത്മാവിൽ വിവേചിച്ചെടുത്തത്. അപ്പോൾ ഈ സമയം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ 6 മണിക്ക് ജോലി കഴിഞ്ഞ് വന്നാലും 10 മണിക്ക് 8 മണിക്ക് ജോലി കഴിഞ്ഞ് വന്നാലും 12 മണിയായാലും എന്ത് ചെയ്യില്ല, മനുഷ്യൻ കിടക്കുന്നില്ല, ഉറങ്ങുന്നില്ല. മൊബൈല് കുത്തി മൊബൈൽ നോക്കി ഇരിക്കുന്ന ഒരനുഭവങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ ആ സമയം ഒന്ന് പ്രാർത്ഥിക്കാൻ, തിരുവചനമൊന്ന് ധ്യാനിക്കാൻ ആരും തയ്യാറാകുന്നത് കാണുന്നില്ല. പക്ഷെ ലഭിക്കുന്ന സമയങ്ങളിൽ ദൈവത്തോട് അടുത്തെങ്കിൽ മാത്രമല്ലേ ഈ സാത്താന്യ ഇരുളിൻ്റെ ശക്തികൾ മാറിപ്പോകത്തുള്ളൂ. 1 അധ്യായം 1 മുതൽ 5 വരെ വായിക്കുക. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ഇരുളിന്മീതെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും ദൈവം പേരിട്ടു. സന്ധ്യയായി, ഉഷസ്സായി 1-ാം ദിവസം. അപ്പോൾ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആകാശവും ഭൂമിയും ഒരുമിച്ചല്ല സൃഷ്ടിച്ചത്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ദൈവം സൃഷ്ടിച്ച ഭൂമി മനോഹരമായ ഭൂമിയായിരുന്നു. യെശയ്യാ പ്രവചനം 45:18 വരുമ്പോൾ നമുക്കറിയാം, അവൻ മനോഹരമായ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചു. മനുഷ്യനെ പാർപ്പിനുള്ള ഒരു ഭൂമിയെ ദൈവം സൃഷ്ടിച്ചു. മനുഷ്യന് പാർക്കുവാനോ ശുദ്ധവായു, വെളിച്ചം, വേണ്ടതെല്ലാം അതിനകത്ത്, വെള്ളം എല്ലാം ദൈവം ഉണ്ടാക്കി മനുഷ്യനെ അതിലാക്കി. അപ്പോൾ ഇരുളെവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതിനുള്ള സമയം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ആ ഭാഗം ഞാൻ വിടുകയാണ്. 3-ാമത്തെ യാമമാണ് 12 മുതൽ 3 മണി വരെയുള്ള സമയം. 12 മണി മുതൽ 3 മണി വരെയുള്ള സമയമെന്ന് പറയുന്നത്, ഞാൻ അനുഭവത്തിൽ കൂടെ ഓരോ കാര്യങ്ങൾ പറയുക, തിരുവചന വെളിച്ചത്തിൽ. ദുർമന്ത്രവാദം, ആഭിചാരം, കൂടോത്രം, മോഷണം, വ്യഭിചാരം, ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നത് ഈ സമയങ്ങളിലാണ്. സാത്താൻ സഭക്കാരുടെ ആരാധനയും ഈ സമയത്താണ്. 12 മണി മുതൽ 3 മണി വരെ അവർ യേശുക്രിസ്തുവിന് വിരോധമായി സാത്താനെ ആരാധിക്കുന്നു. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ രക്തം, അറക്കപ്പെട്ട ദൈവകുഞ്ഞാടിൻ്റെ രക്തം, നമ്മൾ വിശ്വാസത്താൽ നമ്മൾ അവൻ്റെ ഓർമ്മയ്ക്കായി വീഞ്ഞും വീഞ്ഞും അപ്പവും ഭക്ഷിക്കുമ്പോൾ അവരുടെ സാത്താൻ സഭയുടെ ലീഡറായിരിക്കുന്ന വ്യക്തിയുടെ വിരൽ മുറിച്ച് രക്തം ഇവർക്ക് കൊടുക്കുന്നു. ബൈബിളിൽ എഴുതിയിരിക്കുന്നതിന് ഓപ്പോസിറ്റ് ആരാധന അവർ വെളിപ്പെടുത്തുന്നു. നമ്മൾ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ എന്ത് ദൈവം 10 കൽപ്പന കൊടുത്തുവോ അതിന് ഓപ്പോസിറ്റായി അതിന് ദൈവവചനത്തിന്, തിരുവചനത്തിന് ഓപ്പോസിറ്റായി അവർ
സാത്താനെ ആരാധിക്കുന്നു. അവർക്കും ഉപവാസമുണ്ട്. ഒരിക്കൽ ഞാൻ വയനാട്ടിൽ പോകുമ്പോൾ ഒരു സഹോദരൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ ഞാൻ സഹോദരൻ ഇവിടെ പോവുക, അത് ഞാൻ സുൽത്താൻ ബത്തേരി പോവുക. അപ്പോൾ പുള്ളി പറഞ്ഞത് ഞാനൊന്ന് എവിടെ എന്താ, അപ്പോൾ പറഞ്ഞത് ഞാൻ ഉപവാസത്തിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഏത് ചർച്ചിലാണ് പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ സാത്താൻ സഭയിലാണ് പോകുന്നത്. നിങ്ങൾ എന്തിനാണ് ഉപവസിക്കുന്നത്? അത് ഞങ്ങൾക്കെതിരായി നിൽക്കുന്നവരെ തകർക്കാൻ വേണ്ടി ഉപവസിക്കുകയാണ്. അപ്പോൾ മൂന്നാം യാമം എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ നമുക്ക് തിരിച്ചു പറഞ്ഞാൽ സമയത്തിൻ്റെ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പറയും പിറ്റേ ദിവസം ആരംഭിക്കുകയാണ്. 00:00 വരികയാണ്. 12 മണി എന്നുള്ളത് അവിടെ കയറി വരും, പിറ്റേ ദിവസമാകുകയാണ്. എന്നാൽ ഞാൻ അവിടെ നിന്നുകൊണ്ട് ദൈവജനത്തിന് മനസ്സിലാക്കാൻ ആത്മീയരായ ദൈവദാസന്മാർക്ക്, ദൈവദാസിമാർക്ക്, വിശ്വാസ കുടുംബങ്ങൾക്ക്, അതുപോലെയുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർക്കും വേണമെങ്കിൽ സംഘടനാ വ്യത്യാസം എന്നെ, ജാതിമത വ്യത്യാസം എന്നെ ഏവർക്കും ഇതൊരു ഗുണകരമായി മാറട്ടെ. അപ്പോൾ ഈ മൂന്നാം യാമം എന്ന് പറയുന്നത് 12 മണി മുതൽ 3 മണി വരെയാണ്. അതിനകത്ത് 2 വാക്യം ഞാൻ വായിക്കാം. അതിനകത്ത് എഴുതിയിരിക്കുന്നത് 12 മണി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം തുടങ്ങുന്നുണ്ട്, നമുക്കൊക്കെ അറിയാം. എങ്കിലും ഞാൻ 1-2 ചിന്തകൾ ഓടിച്ച് പറയുവാനായി താല്പര്യപ്പെടുകയാണ്. എങ്കിലും അർദ്ധരാത്രിയാണ്. അർദ്ധരാത്രിയിൽ രാജാക്കന്മാർക്കെഴുതിയ 1-ാം പുസ്തകം 3-ാം അധ്യായം 16 മുതൽ 28 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ക്ലിയറായിട്ട് മനസ്സിലാവും. ഞാൻ അത്രയും ഭാഗം പറയുന്നത് എന്നാൽ 20-ാം വാക്യം ഇപ്പോൾ ആർക്കും കേൾക്കാൻ സമയമില്ല, വീഡിയോ നീണ്ടുപോകുന്നു എന്നൊരു കംപ്ലൈൻ്റ് കൂടെ ഉണ്ട്. പക്ഷേ ഞാനൊരു മണിക്കൂർ വചനം പ്രസംഗിക്കുന്നത്, വചനമാണ് പറയുന്നത്. വചന അടിസ്ഥാനത്തിൽ ഈ വചനമാണ് വിടുവിക്കുന്ന, മനുഷ്യർക്ക് വിടുതൽ കൊടുക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചന അടിസ്ഥാനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഞാൻ ദൈവവചനം വിട്ട് ഒരു കാര്യവും ചെയ്യത്തില്ല. ആരെന്ത് വേണമെങ്കിലും പറയട്ടെ, എൻ്റെ ദൈവകൃപ നഷ്ടപ്പെടുത്താതെ കർത്താവ് വിളിക്കുന്ന സമയം വരെയും വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നിന്ന് അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ, 12 ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിലെ 1 മുതൽ 5 വരെ വായിക്കുമ്പോൾ നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെ ശോഭിക്കുമെന്നുള്ള ആ വചനം എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. തെറ്റിപ്പോകുന്ന തെറ്റിപ്പോകുന്ന ജനത്തെ നേരായ പാതയിലേക്ക് നയിക്കണമെന്നുള്ളൊരു ചിന്ത എനിക്കുള്ളൂ. ദൈവദാസന്മാർ, ദാസിമാർ, വിശ്വാസ കുടുംബങ്ങൾ അനേകർ എന്നെ സഹായിച്ചിട്ടുണ്ട്. അനേകർ പേരെടുത്ത് പറഞ്ഞാൽ ഈ വീഡിയോയിലൊന്നും ഒതുങ്ങത്തില്ല. അതുകൊണ്ട് പേരെടുക്കാനുമല്ല, പേരെടുത്ത് പറയാതിരിക്കുന്നതാണ് നല്ലത്. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുതെന്ന് പറഞ്ഞതുപോലെ കർത്താവായ യേശുക്രിസ്തു പറയും, ഈ ചെറിയവൻ്റെ ചെയ്തത് എനിക്ക് ചെയ്തിരിക്കുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഒത്തിരി സഹായങ്ങൾ ചെയ്തവരുണ്ട്, ചെയ്തിട്ടകന്ന് മാറിയവരുണ്ട്, ചെയ്യാത്തത് ചെയ്തെന്ന് പറഞ്ഞവരുണ്ട്, പാസ്റ്ററുടെ ദൈവകൃപ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞവരുണ്ട്. അവരെയൊക്കെ ഞാനാണ് കരം പിടിച്ച് ഉയർത്തി കൊണ്ടുവന്നത്. ഞാൻ ഒത്തിരി പേരെ പാസ്റ്ററാക്കി, കൈവച്ച് പ്രാർത്ഥിച്ച് പാസ്റ്ററാക്കി. അവർ തന്നെയാണ് എനിക്കെതിരെ തിരിഞ്ഞതെങ്കിലും അവരോട് എനിക്ക് പിണക്കമൊന്നുമില്ല. അവർ പറയട്ടെ. ഈ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, മത്തായി 5:17-18 തോന്നി ഇങ്ങനെ പറയുന്നു, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുൻപേ എന്നെ പകച്ചിരിക്കുന്നു. 15-ാം അധ്യായം 17-18 തോന്നുന്നു യോഹന്നാൻ്റെ സുവിശേഷം. അപ്പോൾ ഞാനതുകൊണ്ട് ഞാനിതിലൊന്നും പേടിക്കാറില്ല. എൻ്റെ ദൈവത്തിൻ്റെ മഹാദയെ ഓർത്ത്, നടത്തുന്നതോർത്ത്, ശാരീരികമായും മാനസികമായും ബലപ്പെടുത്തുന്നത് ഓർത്ത് എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയാറുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഈ 4 യാമങ്ങളെക്കുറിച്ച് എടുത്തതെന്ന് ചോദിച്ചാൽ, ഓരോ യാമത്തെക്കുറിച്ച് ഞാൻ പഠിച്ചു. ഇതിനെക്കുറിച്ച് എന്നേക്കാൾ ബുദ്ധിയുള്ളവരും ആത്മീയരും പാണ്ഡിത്യമുള്ളവരും ബൈബിൾ പാണ്ഡിത്യമുള്ള ദൈവദാസന്മാരും ദാസിമാരും ഒക്കെ ഇത് കേൾക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊക്കെ എന്നേക്കാൾ അറിവുണ്ട്.
പക്ഷെ ഞാനിത് ആത്മീയമായി ചില ചിന്തകൾ എൻ്റെ അനുഭവത്തിൽ കൂടെ ഈ 4 യാമത്തിൽ നടന്ന കാര്യങ്ങളെ പ്രസംഗിച്ചാൽ ഭയങ്കരമായ വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. ഇതിപ്പോൾ ജാതിമത സംഘടന വ്യത്യാസമെന്ന് എല്ലാവരും കേൾക്കുക. അപ്പോൾ ഞാനിത് പറയുവാനുള്ള കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തി ഓരോ വ്യക്തികളിലും വെളിപ്പെടുവാനും ശത്രുവിൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കുവാനും വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നമ്മളെ ആരും ഒരു പിശാചും തൊടുകയില്ല, അത് ഞാൻ ഉറപ്പാണ്. ദൈവവചന അടിസ്ഥാനത്തിൽ വിശുദ്ധിയോടെ വേർപാടോടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണോ, എത്ര മന്ത്രവാദം നിങ്ങൾക്കെതിരെ കൂടോത്രം ആഭിചാരം ചെയ്താലും, മത്സരമാണ് ആഭിചാരമെന്ന് നമ്മുടെ ബൈബിളിൽ ഉണ്ട്. ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 15:32 മുതൽ വായിച്ചാൽ മതി. 22-23 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ കിടപ്പുണ്ട്. 15 ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 15:22-23. ആഭിചാരം എന്താണെന്ന്, മത്സരമാണ് ആഭിചാരം. ഞാനതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ തിരുവെഴുത്തുകളെ ശാന്തമായ രീതിയിൽ ദൈവവചന അടിസ്ഥാനത്തിൽ ആത്മീയരായ ദൈവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ അവർക്ക് വെല്ലുവിളികളും പോരാട്ടങ്ങളും ഉണ്ട്. ഒരിക്കൽ യാക്കോബ് മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ടൊക്കെ ജീവിച്ച് വരുന്ന കാലഘട്ടം ആയിരിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായം ഫുള്ള് വായിച്ചു കഴിഞ്ഞാൽ ചരിത്രം അറിയാം. തനിക്കൊരു മകളുണ്ടായിരുന്നു. ടൂറ് പോയ കൂട്ടത്തിൽ ശേഖേം വഷളാക്കി. അതിൻ്റെ പിന്നിൽ ലേവിയും ശിമയോനും കൊലപാതകന്മാരായി തീരുമ്പോൾ, അവരെ ശേഖേം നിവാസികളെ മുഴുവനും കൊന്നൊടുക്കുമ്പോൾ, അവരുടെ കൊള്ള വീണ്ടെടുത്ത് സകലതും വീണ്ടെടുത്ത് മടങ്ങുമ്പോൾ യാക്കോബ് ഈ വിഷയം അറിഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞു. യാക്കോബ് പറയുകയാണ്, നിങ്ങൾ എന്നെ ജനത്തിൻ്റെ മുൻപാകെ നാറ്റിച്ചു. അവരവരെ നാറ്റിക്കുന്നത് മുഴുവനും വീട്ടുകാർ തന്നെയാണ്, നാട്ടുകാരല്ല. അതുകൊണ്ട് അവിടെ പറഞ്ഞ് അവരോട് യുദ്ധം ചെയ്യുവാൻ എനിക്ക് കഴിവില്ല. അവിടെ പറഞ്ഞ ഒരു പദമാണ് ഞാൻ ഓർക്കുന്നത്. പലരും നമ്മെ നാറ്റിക്കാൻ നോക്കും. വീട്ടുകാരും നാട്ടുകാരും ആത്മീയ കോളത്തിലുള്ളവരും ഒക്കെ നാറ്റിക്കാൻ നോക്കും. പക്ഷേ മുകളിൽ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, യിരെമ്യാ 23:24 ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്തൊളിപ്പാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ വചനപ്രകാരം ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദൈവത്തെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടതുപോലെ സകല രഹസ്യങ്ങളെയും വെളിപ്പെടുത്തുന്ന മഹാദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നാറ്റിക്കുന്നവർ നാറ്റിക്കട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം എങ്ങനെയാണ് എന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യുകയാണ്. എന്നെ തന്നെ ഞാൻ ശോധന ചെയ്യുന്നു. ഞാനൊരു വാക്ക് പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗിക്കാൻ ഞാൻ യോഗ്യനാണോ കർത്താവേ എന്ന് ചോദിച്ചിട്ടാണ്, പ്രാർത്ഥിച്ചിട്ടാണ്. വചനം ധ്യാനിക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയോടുകൂടെ ഇരുന്ന് തിരുവചനം ധ്യാനിക്കുമ്പോൾ തന്നെ ഞാൻ ദൈവത്തോട് ചോദിക്കുകയാണ്, ഒന്നുമില്ലായ്മയിൽ അനേകരെ കരം പിടിച്ചുയർത്തി വേണ്ട ആത്മീയമായും ഭൗതികമായും സപ്പോർട്ടുകളെ ചെയ്ത് അനേകരെ ഉയർച്ചയിലേക്ക് നയിക്കുവാൻ ദൈവം കൃപ ചെയ്തു. പക്ഷേ ഇതൊന്നും നമുക്കൊരു വിഷയമല്ല. അവരെല്ലാം മറന്നു. പാനപാത്രവാഹകൻ യോസഫിനെ മറന്നതുപോലെ എല്ലാവരും മറന്നു. പക്ഷെ എങ്കിലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല, അമ്മ മറന്നാലും മറക്കുകയില്ലെന്ന് പറഞ്ഞ ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ മുന്നോട്ട് പോവുകയാണ്.
എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരാം. 12 മുതൽ 3 മണി വരെയുള്ള സമയത്തെ നമ്മൾ നോക്കിയാൽ രാജാക്കന്മാർക്കെഴുതിയ 1-ാം പുസ്തകം 3:16 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 20-ാം വാക്യം, അവൾ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റു. എൻ്റെ ഒരു ചിന്ത, ഈ അർദ്ധരാത്രി എന്ന് പറയുമ്പോൾ പ്രഭാതയാമ, സന്ധ്യായാമ, യാമങ്ങൾ, മധ്യാഹ്നം ഇങ്ങനെയൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ അർദ്ധരാത്രി അവൾ എഴുന്നേറ്റു. ഞാൻ നേരത്തെ പറഞ്ഞു, മോഷണം നടക്കുന്നത്, വ്യഭിചാരം നടക്കുന്നത്, കുലപാതകം നടക്കുന്നത്, ദുർമന്ത്രവാദങ്ങൾ നടക്കുന്നത്, കൂടോത്രം, ആഭിചാരം, ഇതൊക്കെ നടക്കുന്നത് ആ സമയങ്ങളിലാണ്. കാരണം ഒരിക്കൽ വയനാട്ടിൽ ഞങ്ങൾ ഒരു പ്രയർ ഗ്രൂപ്പ് സംഘടിപ്പിച്ചു. ദേശത്തിന് വേണ്ടി, ദൈവദാസന്മാർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന. ജനത്തിന് ജാതിമത സംഘടനാ വ്യത്യാസമെന്നെ ജനം മാനസാന്തരപ്പെടണം എന്ന് വിചാരിച്ച് ഞങ്ങളൊരു പ്രാർത്ഥന സംഘടിപ്പിച്ചു വർഷങ്ങൾക്ക് മുൻപാണ്. ആദ്യം പെട്ടെന്ന് ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് വളർന്നു. എല്ലാവരും AGIPC, ചട്ടക്കോട്, ഷാരോൺ, എല്ലാവരും ഇൻഡിപെൻഡൻ്റ്, എല്ലാവരും സഹകരിച്ചു. വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരും പ്രാർത്ഥനയ്ക്ക് കൂടി വന്നു. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഇതാണ്: ദൈവജനത്തെ മാനസാന്തരത്തിലേക്ക് വിടാതെ ദേശത്ത് കുടികൊണ്ട് വാഴുന്ന അന്ധകാര മണ്ഡലങ്ങളെ വെട്ടി മാറ്റുക. ദൈവദാസന്മാർ ആയിരിക്കുന്ന ഇടങ്ങളിൽ അവർക്ക് ശക്തി പകരുവാനും അവർക്ക് അവരുടെ തലമുറകൾക്ക് ഒരു ദൈവപ്രവൃത്തി കാണുവാനും എല്ലാവരും ദൈവത്തോട് ചേർന്ന് നടക്കാനും ക്രിസ്തു യേശുവിനെ കണ്ടെത്തുവാനും പുതിയ സൃഷ്ടിയാകുവാനും ഇതിനു വേണ്ടിയായിരുന്നു പ്രാർത്ഥന. ഭൗതികമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. തലമുറകൾക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി, സഭകൾക്ക് വേണ്ടി, ശുശ്രൂഷകന്മാർക്ക് വേണ്ടി, ഗ്രാമങ്ങളിൽ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടി ഉള്ളൊരു പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥന ഏകദേശം എൻ്റെ ഒരു ഓർമ്മ 20 വർഷങ്ങൾക്ക് മുൻപാണ്. ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 6 മാസത്തോളം നല്ല രീതിയിൽ പോയി. ഇതിനിടയ്ക്ക് സുൽത്താൻ ബത്തേരിയിൽ ശുശ്രൂഷിച്ചുകൊണ്ട് 2 ദൈവദാസന്മാർ വാഹനാപകടത്തിൽ മരണപ്പെട്ടു. ഒരു സഭയിൽ തന്നെ ശുശ്രൂഷിച്ച 2 പേർ മരണപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ച് ദേശത്തിലുള്ള അന്ധകാര ശക്തികളെ വെട്ടിമാറ്റുകയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിനിടയ്ക്ക് ചിലർക്കൊക്കെ ലീഡറാകാൻ ചില പദ്ധതികൾ പ്ലാനിട്ടു. അന്ന് പ്രാർത്ഥനയ്ക്ക് എല്ലാവരും കൂടെ നേതൃത്വം വഹിക്കാനാക്കിയത് എന്നെയായിരുന്നു. ഞാനിത് കണ്ട ഉടനെ, ഇത് കേട്ട ഉടനെ, അറിഞ്ഞ ഉടനെ, ഇവരുടെയൊക്കെ പാപം അറിഞ്ഞ ഉടനെ ഞാനത് പെട്ടെന്ന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ആരാണ് നടത്തുന്നത് അവരുടെ കൂടെ ചേർന്ന് നിൽക്കാൻ ഞാൻ പദ്ധതിയിട്ടു. അങ്ങനെ അവർ ദൈവിക ജ്ഞാനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിനെ വിട്ട് മനുഷ്യ ആത്മാവിലേക്ക്, പൗലോസ് അപ്പോസ്തലൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ട് ഞാൻ ആരാധിക്കുന്നു പറഞ്ഞതുപോലെ, അപ്പോൾ ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നു. ഫിലിപ്പിയർ 3:3 ഞാൻ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നു പറഞ്ഞതുപോലെ മനുഷ്യ ആത്മാവ് കയറി പ്രാർത്ഥന തുടങ്ങി. അത് 2ആയി 4ആയി, അത് ചിതറിക്കപ്പെട്ടു. 1 വർഷത്തിനുള്ളിൽ ആരുമില്ലാതായി. അവിടെ ആര് ജയിച്ചു എന്നുള്ളതാണ്. 12 മണി മുതൽ 3 മണി വരെ നടക്കുന്ന ദുഷ്ടശക്തികളെ വെട്ടിമാറ്റുവാൻ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ഞങ്ങൾ നടത്തിയതിന്
അതിനെ തകർക്കാൻ വ്യക്തികളിൽ കൂടെ ആരാണ് വലിയവനെന്ന്, ഞങ്ങളിൽ ആരാണ് വലിയവനെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം പഠിച്ചാൽ മതി. ഏറ്റവും താഴെ നിന്ന് മുകളിലോട്ട് അവർക്കൊരു ഇത് വന്നു. കർത്താവ് അയച്ചത് അവൻ 12 ശിഷ്യന്മാർ, ലൂക്കോസ് 9:1, 12 ശിഷ്യന്മാരെ അരികിൽ വിളിച്ച് സകല ഭൂതത്തിന്മേലും രോഗികളെ സൗഖ്യമാക്കുവാനും ശക്തി അധികാരം കൊടുത്ത് പറഞ്ഞയച്ചു. യവന്മാർ ഓടിച്ചിട്ട് പോയില്ല. കാരണം ഉള്ളിലിരിക്കുന്നത് ഇതല്ലേ, ഞങ്ങളിൽ ആരാണ് വലിയവൻ. വലിപ്പച്ചെറുപ്പം അവിടെ ഉണ്ടായി. അതുകൊണ്ട് യവന്മാർ ഈ വലിപ്പച്ചെറുപ്പം ഉള്ളിടത്ത് ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ ഭൂതം പോകത്തില്ല, രോഗികൾ സൗഖ്യമാകത്തില്ല. 2, കർത്താവായ യേശു ക്രിസ്തു എന്നിട്ട് ആ ഭാഗം അവിടെ ക്ലിയറാക്കുന്നു. അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീനെന്ന് പറഞ്ഞ് അവനെ സൗഖ്യമാക്കുന്നു. ഞാൻ ആ ഭാഗം വിടുക, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് യവന്മാർക്കൊരു പാഠമായിട്ട് യവന്മാരെ നിൽക്കെ തന്നെ പേരില്ലാത്ത 12 എണ്ണത്തിനെ ദൈവം തെരഞ്ഞെടുത്തു. വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. പേരില്ലാത്ത 70 പേരെ കർത്താവായ യേശു ക്രിസ്തു തിരഞ്ഞെടുത്ത് അവർക്ക് അധികാരവും ഭൂതത്തിന്മേൽ രോഗശാന്തി വരവും ഒക്കെ കൊടുത്ത്, കർത്താവ് പറഞ്ഞു 2 പൊക്കണം എടുക്കരുത്, 2 ചെരുപ്പ് എടുക്കരുത്, വടി എടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് കർത്താവ് കാര്യങ്ങളൊക്കെ 2 വസ്ത്രം എടുക്കരുതെന്നൊക്കെ പറഞ്ഞ് കർത്താവ് പറഞ്ഞയച്ചു. പേരില്ല. അപ്പം ചുമക്കാൻ ഇവരില്ലായിരുന്നു. ഉണ്ടായിരുന്നിരിക്കുക, ഇല്ലായിരിക്കുക. പക്ഷെ കാണത്തില്ല. കാരണം 12 തൊട്ട് നിറച്ചെടുത്ത് 12 എണ്ണത്തിനും കണക്കാക്കി ഞാൻ കൊടുത്തു വിട്ടു. അത് ഒരുത്തനെ കിട്ടിയില്ലെങ്കിൽ അവിടെയും അമ്മമാർ വഴക്കുണ്ടാക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് 70 പേരെ തിരഞ്ഞെടുത്തു. അവർക്ക് പേരില്ല. ഇവരോടൊട്ട് ആലോചന ചോദിച്ചുമില്ല. കർത്താവ് ആത്മാവിൽ, പത്രോസ് അപ്പോസ്തലൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പോസ്തലപ്രവൃത്തി 10:38 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും അവൻ നന്മ ചെയ്തും. ഇപ്പം 3 കാര്യമാണ്. നമ്മൾ അഭിഷേകം എന്ന് പറയും. അപ്പം എന്താണ് അഭിഷേകം എന്നുള്ളത് പിന്നെ പറയാം, സമയമില്ല, എൻ്റെ സബ്ജക്റ്റും അതല്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകത്തിനാലും നന്മ ചെയ്തും രോഗം ബാധിച്ചവരെ ശാസിച്ചു. രോഗം ബാധിച്ചവർക്ക് വിടുതലും ഭൂതത്തെ ശാസിച്ചും അനേകർക്ക് സൗഖ്യം കൊടുത്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്തു. ആ കർത്താവ് ഈ ശിഷ്യഗണങ്ങൾക്ക് 70 പേർക്ക് ശക്തിയും അധികാരവും കൊടുത്ത് അവരെ പറഞ്ഞയക്കുന്നു. ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞങ്ങളുടെ കൂടെ ഇല്ലാത്തവൻ, ഞങ്ങളുടെ സംഘടനയിൽ പെടാത്തവൻ, ലൂക്കോസ് 9-19 അധ്യായം പഠിച്ചാൽ മതി. ഒരുത്തൻ ഭൂതത്തെ ഓടിക്കുന്ന അവനെ ഞങ്ങൾ വിരോധിക്കട്ടോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, എന്നാൽ ഞങ്ങളുടെ സംഘടനയിൽ പെടാത്തവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവനെ അങ്ങ് വിരോധിച്ചേക്കണം. അവനെ വീട്ടിൽ കയറ്റരുത്, അവനെ പ്രാർത്ഥനയ്ക്ക് വിളിക്കരുത്, അവനെ കൺവെൻഷൻ സ്റ്റേജിൽ കയറ്റരുത്. ഇതൊക്കെ അവിടെ പറഞ്ഞ കാര്യങ്ങളാണ്. കർത്താവ് പറഞ്ഞു വേണ്ട. നാമം യേശു ക്രിസ്തുവിൻ്റെ അല്ലേ. ഒരിക്കൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, അവർ ശാഠ്യത്താലോ നാട്യത്താലോ ദുരഭിമാനത്താലോ എങ്ങനെ തന്നെയായാലും എൻ്റെ യേശുവിനെ അല്ലേ പ്രസംഗിക്കുന്നത്, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. കർത്താവ് പറഞ്ഞ് അവരെ വിരോധിക്കണ്ട. ഞാനിത് പറയാനുള്ള കാരണം, സാത്താന്യ ശക്തികളോട് പോരാടണമെങ്കിൽ വലിപ്പച്ചെറുപ്പം പാടില്ല. അവിടെ വയനാട്ടിൽ കയറിയത് വലിപ്പച്ചെറുപ്പമാണ്. അതുപോലെ ഒരു പോയിൻ്റ് കൂടെ, ഓരോ കാര്യം കൂടെ പറയാം. എന്നെ കേൾക്കുന്നുണ്ട്, സഹോദരങ്ങൾ എന്നെ കേൾക്കുന്നു. ഒരിക്കൽ ഞങ്ങൾ കോഴിക്കോട് താമസമായിരിക്കുമ്പോൾ ഇതുപോലെ രാത്രി 12 രണ്ട് സഹോദരങ്ങൾക്ക് കൊടുത്ത ദർശനപ്രകാരം, ഒരാളുടെ പേര് സജി എന്നും ഒരാളുടെ പേര് സന്തോഷം എന്നും. അപ്പോൾ ഞങ്ങൾ 3 പേരായിട്ട് പ്രാർത്ഥന തുടങ്ങി. അവർ തന്നെ എല്ലാ ചിലവുകളും അവർ തന്നെയാണ്. ഒരു ഹോട്ടലിൻ്റെ റൂമെടുത്ത് 3-ാമത്തെ നിലയിൽ ഏറ്റവും ടോപ്പിൽ റൂമെടുത്ത്
പ്രാർത്ഥന തുടങ്ങി, ആൾക്കാർ കൂടാൻ തുടങ്ങി. ആൾക്കാർ കൂടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരാളിൻ്റെ ഉള്ളിൽ പിശാച് കയറി. ഒരു ദിവസം രാത്രി ഞങ്ങൾ 2 മണിയായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭൂതമിളകി. ദേശത്തിൻ്റെ അന്ധകാര ശക്തി ഇളകിയിട്ട് പറഞ്ഞു, ഇവിടെ പ്രാർത്ഥന നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. കാരണം ഭൂതത്തിന് അസ്ഥിയും മാംസവും ഇല്ല. ഞങ്ങൾക്കറിയാം ലൂക്കോസ് 24:39 കർത്താവായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു അരുമ ശിഷ്യഗണങ്ങളെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ എന്നെ തൊട്ടു നോക്കുവിൻ, എനിക്കുള്ളതുപോലെ അസ്ഥിയും മാംസവും ഭൂതത്തിനില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുക, എങ്ങനെയാണെന്നറിയത്തില്ല, ഇളകി കിടന്നുകൊണ്ട് പറഞ്ഞു. അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് വെച്ച് ബഹളം ഉണ്ടാക്കി. ഹോട്ടൽ റൂം തന്ന ഉടമസ്ഥൻ കയറി വന്നിട്ട് പറഞ്ഞു, നാളെ തൊട്ട് ഇനി ഇവിടെ പ്രാർത്ഥന വയ്ക്കാൻ പറ്റത്തില്ല. വേറെ റൂമുകളൊക്കെ തിരക്കി, ഞങ്ങൾ തന്നില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പ്രാർത്ഥന ആരംഭിച്ചു. അതിനെ നിർത്താൻ ഒരു ദുഷ്ടശക്തിക്കും അവിടെ നിന്ന് പോരുന്നത് വരെ കഴിഞ്ഞില്ല. പലവിധ വെല്ലുവിളികളുണ്ടായി. ഞങ്ങൾ പ്രാർത്ഥന നടത്തും, ആൾക്കാർ വരും, വീട്ടുകാർ ഇറക്കി വിടും. ഇങ്ങനൊരു വിഷയമല്ലാതെ 11 മാസത്തേക്ക് എഗ്രിമെൻ്റ് എഴുതും, അങ്ങ് ഇറക്കി വിടും. ഒരു പ്രാർത്ഥന കൂട്ടായ്മ വരും. പിന്നെ ആ ഏരിയയിൽ എങ്ങും വീട് കിട്ടത്തില്ല. പിന്നെ കിട്ടുന്നത് 10 മൈൽ 10 കിലോമീറ്റർ അകലെയായിരിക്കും കിട്ടുന്നത്. അവിടെയും തുടങ്ങും. എന്തായാലും ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ അവിടെ ആയിരിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ ചെയ്യുവാനും അത് അനേകർക്ക് ഒരു വിടുതലായി തീരുവാനും ഇടയാക്കി. ഇതെന്തിനാണ് ദൈവദാസന്മാരെ, കുടുംബാംഗങ്ങളെ, വിശ്വാസ കുടുംബങ്ങളെ ഇത് പറയുന്നതിൻ്റെ ഒരു കാരണം എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടിയ ശാന്തമായ അന്തരീക്ഷത്തിൽ. ഇതൊരു പവർഫുൾ മെസ്സേജ് അല്ല, കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. 12 തൊട്ട് 3 മണി വരെയുള്ള സമയങ്ങളിൽ നടക്കുന്ന 2 കാര്യം ഓടിച്ച് പറഞ്ഞിട്ട് 4 യാമത്തിലേക്ക് നമുക്ക് കടക്കാം. അവിടെ വായിക്കുന്നത് കോഴി കൂകിയതൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട്. അത് കോഴി കൂകാതിരിക്കുക, അതെൻ്റെ വിഷയമല്ല. അത് കർത്താവ് പറഞ്ഞ ഒരു അടയാളം വെച്ചതാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. രാജാക്കന്മാർക്കെഴുതിയ പുസ്തകം 3:16 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നാൽ 20-ാം വാക്യം, അവൾ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ്, അതിൻ്റെ പശ്ചാത്തലം 16 മുതൽ വായിച്ചാൽ 2 വേശ്യ സ്ത്രീകൾ തങ്ങൾ ഒരു വീട്ടിൽ പാർത്തു. 2 പേർക്കും 2 കുഞ്ഞുങ്ങളുണ്ടായി. ഞാൻ ചുരുക്കി പറയുക, 2 കൂട്ടർക്കും 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതിൽ ഒരുവൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ മുകളിൽ കയറി കിടന്ന് ആ കുഞ്ഞ് മരിച്ചു. കുഞ്ഞ് ശ്വാസം മുട്ടി മരിച്ചിട്ടും ഈ തള്ളയെ അറിഞ്ഞില്ല. അവർ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റിട്ട് അവളുടെ കുഞ്ഞ് മരിച്ചു എന്ന് കണ്ടിട്ട് ഇവളുടെ കുഞ്ഞിനെ എടുത്ത്, മരിച്ച കുഞ്ഞിനെ എടുത്ത് കൂടെ ഉണ്ടായിരുന്ന ആ സഹോദരിയുടെ അടുക്കൽ വച്ചിട്ട് അവരുടെ അരികിൽ ഉണ്ടായിരുന്ന ജീവനുള്ള കുഞ്ഞിനെ ഇവരുടെ അടുക്കൽ എടുത്ത് കിടന്നുറങ്ങി. അവരൊന്നും അറിഞ്ഞില്ല. മോഷണം. അപ്പോൾ പിള്ളേരെ മോഷണവും അവിടെ ഉണ്ട്. അപ്പോൾ പിള്ളേരെ മോഷ്ടിക്കുന്നത് ഈ സമയങ്ങളിലാണ്. അങ്ങനെ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്ന്, ശലോമോൻ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്ന് കാര്യം ബോധിപ്പിച്ചപ്പോൾ ശലോമോൻ ഞാൻ ചുരുക്കി പറയുക, ജീവനുള്ള കുഞ്ഞിനെ, അവർ 2 പേരും തമ്മിൽ വാദിച്ച് രക്ഷയില്ലെന്നായപ്പോൾ പറഞ്ഞു, ജീവനുള്ള കുഞ്ഞിനെ 2ആയി പിളർക്കാം. പിളർന്ന് ഒരു ഭാഗം നിനക്കും ഒരു ഭാഗം അവൾക്കും കൊടുക്കാം. അപ്പോൾ ഒരുത്തി സമ്മതിച്ചു. ഒറിജിനൽ തള്ള സമ്മതിച്ചില്ല. ഡ്യൂപ്ലിക്കേറ്റ് തള്ള സമ്മതിച്ചു. പിളർക്കാൻ പറഞ്ഞു. ഞാനവിടെ ഒരു ദൂത് പറയാം. കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന, അധ്വാനിച്ചുണ്ടാക്കുന്ന ദൈവസഭയെ
രണ്ടാക്കാൻ ആരും നിൽക്കരുത്. ആരും നിൽക്കരുത്. നിനക്കിഷ്ടമല്ലേ, ഇഷ്ടമില്ലേ, നീ അങ്ങ് സ്നേഹത്തോടെ പറഞ്ഞ് പിരിഞ്ഞു പോവുക. ആരുടെയും പ്രാക്ക് വാങ്ങാനോ എടുക്കാൻ കണ്ണം കൂടാതെ ശാപിച്ചാലൊന്നും പറ്റത്തൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ചിലർ പറയും അവൻ മുടിഞ്ഞു പോകുമെന്നൊക്കെ. എവിടെ മുടിയാൻ? അതങ്ങനെയൊന്നുമില്ല. സാർശ്വമൊക്കെ 26:2 മീവൽപക്ഷി പറന്നു പോകുന്ന കുരുകിൽ മീവൽപക്ഷി പാറിപ്പോകുന്ന കുരുകിൽ പറന്നു പോകുന്നത് പോലെയും കാരണം കൂടാതെയുള്ള ശാപം ഫലിക്കുകയില്ല. അപ്പം അതുകൊണ്ട് അതൊന്നും ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചുമ്മാ ശപിച്ചെന്ന് വിചാരിച്ചോ ഒന്നും പേടിക്കേണ്ട കാര്യം ഇല്ല. അടുത്തതായിട്ട്, അപ്പം അതിൻ്റെ യഥാർത്ഥ തള്ള നൊന്ത് പ്രസവിച്ച അമ്മ പറഞ്ഞു, വേണ്ട, പിളർക്കണ്ട, അത് അവൾക്കങ്ങ് കൊടുത്തേരെ എന്ന് പറഞ്ഞു. പിളർക്കുന്നവരും പിളർത്തിക്കൊണ്ട് പോകുന്നവരും വളരെ ശ്രദ്ധിച്ചു വേണം. പണ്ട് ഈ 6-7 വർഷത്തിന് മുമ്പ് ഒരുത്തൻ എന്നോട് പറഞ്ഞു, എന്നെ കൊണ്ടൊന്ന് ബൈബിൾ കോളേജ് വിടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ എന്തിനാ ബൈബിൾ കോളേജിൽ പോകുന്നത്? അതെ, എനിക്കൊരു 3 വർഷം പഠിച്ചിട്ട് AG നിന്നും കുറച്ച് പറിച്ചെടുത്ത്, IPC നിന്നും കുറച്ച് പറിച്ചെടുത്ത്, ചർച്ച ഓഫ് ഗോഡിൽ നിന്നും പറിച്ചെടുത്ത്, ഷാരോണിൽ നിന്നൊക്കെ പറിച്ചെടുത്ത്, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറിച്ചെടുത്ത് എനിക്കൊരു പാസ്റ്ററാകാൻ. ഞാൻ പറഞ്ഞു, നീ പോകണ്ട, പോകുന്നത് നീ ശരിയാവത്തില്ല. നിൻ്റെ മനസ്സിലിരിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം അത് ക്ലിയറാകത്തില്ല. അതുകൊണ്ട് നീ വേണ്ട. എൻ്റെ ചിന്താവിഷയം, അർദ്ധരാത്രിയിൽ അവൾ എഴുന്നേറ്റു. കണ്ടോ? ആ ഭാഗം നിങ്ങൾ വായിക്കുക. അടുത്ത അർദ്ധരാത്രിയിൽ നടക്കുന്നത് പതിയിരിപ്പുകാരാ എന്ന് പറഞ്ഞാൽ, അവിടെ വായിക്കുന്ന ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങൾ വരുമ്പോൾ ഫെലിസ്ത്യർ വന്ന് രാത്രി മുഴുവനും പതിയിരുന്ന് ശിംശോനെ പിടിച്ചു കെട്ടുവാൻ, അർദ്ധരാത്രിയിൽ പിടിച്ചു കെട്ടുവാൻ അവർ വന്നിരിക്കുക. 16-ന്റെ 1 മുതൽ 3 വരെ അവർ വന്നു. എന്താ സംഭവിച്ചത്? ശിംശോൻ കിടന്നുറങ്ങി, അർദ്ധരാത്രി വരെ കിടന്നുറങ്ങി. 16-ന്റെ 3. എന്നിട്ട് അടുത്ത പദം എഴുതിയിരിക്കുന്നു, അർദ്ധരാത്രിയിൽ അവൻ എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ, ഈ അർദ്ധരാത്രിയിലെ പ്രാർത്ഥന ഇതുപോലെ പതിയിരുന്ന് ദൈവദാസന്മാരെ തകർക്കാൻ, വിശ്വാസ കുടുംബങ്ങളെ തകർക്കാൻ, ശുശ്രൂഷകന്മാരെ തകർക്കാൻ ഫെലിസ്ത്യ ശക്തികൾ പതിയിരിക്കുമ്പോൾ നാം കിടന്നുറങ്ങേണ്ടവരല്ല. ദൈവം തട്ടി ഉണർത്തുമ്പോൾ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് അന്ധകാര മണ്ഡലങ്ങളോട് പോരാടി ജയിക്കുവാൻ ഉള്ള ദൈവകൃപ പ്രാപിച്ച് എഫെസ്യർ 6:10 വചനപ്രകാരം ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുമെങ്കിൽ ദൈവത്തിൻ്റെ വലിയ മഹത്വം കാണുവാൻ ഇടയാകും. അർദ്ധരാത്രിയിൽ ഒത്തിരി സംഭവങ്ങൾ തിരുവെഴുത്തുകളിൽ കാണുന്നു. പൗലോസ് അപ്പോസ്തലനെ സീലാസിനെയും, അപ്പോസ്തലപ്രവൃത്തി 16-ന്റെ 16 മുതൽ 34 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചാൽ ക്ലിയർ ആയിട്ട് വായിക്കാം. ഇല്ലെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 24, 25, 26 വാക്യം വായിച്ചാലും മതി. അത് പൂർണ്ണത കിട്ടണമെങ്കിൽ ഇത് കുറഞ്ഞത് ഇത്രയെങ്കിലും വായിക്കണം. അർദ്ധരാത്രിയിൽ അവർ പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചു. പ്രാർത്ഥിച്ചു, പാടി സ്തുതിച്ചു. ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ഒരു ശബ്ദം അവിടെ മുഴങ്ങി. ഇന്നലെ വരെ കേട്ട ശബ്ദം, അവശബ്ദങ്ങൾ, കേൾക്കാൻ കൊള്ളരുതാത്ത വാക്കുകളായിരുന്നു അവിടെ കേട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ വരെ കേൾക്കാത്ത ഒരു പുതിയ ശബ്ദം
ബന്ധിക്കപ്പെട്ടതായ അനേകർ അത് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നു. എന്താ? ഒന്ന്, അവരുടെ കൈയും കാലും ആമത്തിലിട്ടു, എന്നിട്ടും അവർ ആരെയും പുറപുറത്തില്ല, ആരെയും ഒന്നും പറഞ്ഞില്ല. അവർ ഇത്രയും ചെയ്തു. ഒന്ന്, അവർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്നതിന് മുൻപേ അവരുടെ ഹൃദയത്തിലെ ഒരു ചിന്താവിഷയം ഞാനിങ്ങനെ അങ്ങ് എടുക്കുക. സുരേഷ് ഗോപി നമ്മുടെ MP തൃശ്ശൂരെടുത്തതുപോലെ ഒരു വാക്കിങ് എടുക്കുക. കയ്യും കാലും ആമത്തിലിടാനേ, ശാരീരികമായി അടിച്ചു മുറിക്കാനേ ശത്രുവിന് കഴിയത്തുള്ളൂ. ദൈവമക്കളെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനേ കഴിയത്തുള്ളൂ. ഒന്ന്, മാനസികമായി ദണ്ഡിപ്പിക്കാം. രണ്ട്, ശരീരത്തെ ദണ്ഡിപ്പിക്കാം. കയ്യും കാലും ആമത്തിലിടാം. പക്ഷേ അവരിൽ പകർന്നിരിക്കുന്ന അബ്ബാ പിതാവ്, തിമോഥെയോസിന് എഴുതിയ 2 ലേഖനം 1:7, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ, സുബോധത്തിൻ്റെ റോമർ 8:15, ആത്മാവിനെ പ്രാപിച്ച, ശക്തിയുടെയും ബലത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച ഒരുവൻ്റെ ആത്മാവിനെ ബന്ധിക്കാൻ ഈ ലോകത്തിലെ ഒരു ദുഷ്ടശക്തിക്കും കഴിയത്തില്ല. അതുകൊണ്ട് അവർക്കത് ഉറപ്പുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, അവിടെ എഴുതിയിരിക്കുന്ന പദം ഇങ്ങനെയാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 16, 24, 25, 26. അവർ പ്രാർത്ഥിച്ചു, 2 പാടി, 3 സ്തുതിച്ചു. 3 കാര്യം അവർ ചെയ്തു. അത് കുഴപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. അടിസ്ഥാനങ്ങൾ കുലുങ്ങത്തക്ക നിലയിൽ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച്, കൈയടിച്ചില്ല, ബഹളമുണ്ടാക്കി കാണൂല, ബഹളമുണ്ടാക്കി കാണാം, സ്വപ്നത്തിൽ ആരാധിച്ച് കാണും. ഈയിടെ ഒരു അച്ഛൻ പ്രസംഗിക്കുന്നത് കേട്ടു, വെറുതെ മണ്ടത്തരമൊക്കെ വിളിച്ച് പറയുക, ഇങ്ങനെ തുള്ളേണ്ട കാര്യമില്ല, ചാടേണ്ട കാര്യമില്ല. ആത്മാവുള്ളവൻ തുള്ളും, ചാടും. പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. പലപ്പോഴും പറഞ്ഞു, ബാലാണ് തുള്ളുന്ന, ബാലിൻ്റെ ആൾക്കാരാണ് ബന്ധക്കോസുകാരെന്നുള്ള രീതിയിലാണ് പുള്ളി പ്രസംഗിച്ചത്. ഓക്കെ, കേൾക്കുന്നവരാരും പോഷന്മാരൊന്നും അല്ലല്ലോ. ആത്മാവുള്ളവർ തുള്ളും. അവർ ശരീരം കൊണ്ടും ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്നാണ്. 10 കമ്പിയുള്ള വീണ് കൊണ്ട് അടിച്ച് ദൈവത്തിന് 150 സങ്കീർത്തനം മഹത്വം കൊടുക്കുന്ന, ആർപ്പിടുമെന്ന 100 സങ്കീർത്തനം 1 വാക്യം. ഇതൊക്കെ വിട്ടിട്ട് ജനത്തെ അങ്ങ് കുരുടാക്കുക. ഓക്കെ, ആ ഭാഗം ഞാൻ അവിടെ വിടുക. അവർ കേട്ടുകൊണ്ട്, തടവിൽ ബന്ധിക്കപ്പെട്ട അനേകരുണ്ടായിരുന്നു. അവർ കേട്ടുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞപ്പോൾ, അവിടെ എഴുതിയിരിക്കുമ്പോൾ അവർ ഉച്ചത്തിൽ പാടിയെന്നുള്ളത് തന്നെയാണ്, അല്ലാതെ ഹൃദയത്തിൽ പാടിയതല്ല. അപ്പോൾ ഞാനൊരു ദൂത്, എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടെങ്കിൽ, അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചവർക്ക് വേണ്ടി അവരുടെ കൈകാലുകളുടെ ബന്ധനം മാത്രമല്ല, കൂടെയുള്ളവരുടെ ബന്ധനവും ഒഴിഞ്ഞ് അവർ സ്വതന്ത്രരായി. അർദ്ധരാത്രിയിലെ 3 സംഭവങ്ങൾ. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. അടുത്തതായിട്ട് 4-ാം യാമം. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 32 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. കർത്താവ് ചെറുപടകും പടകും ആമേൻ അവരെ പറഞ്ഞു വിട്ടിട്ട് കർത്താവ് പ്രാർത്ഥിക്കുവാനായി മലമുകളിൽ കയറി. പ്രാർത്ഥനയാകുന്ന മലമുകളിൽ കയറിയ കർത്താവ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ തണ്ട് വലിച്ചു ഉഴയുന്ന അനുഭവങ്ങളും വെള്ളത്തിൽ വള്ളം മുങ്ങിത്താഴുന്ന അനുഭവങ്ങളും അവർ നിലവിളിക്കുന്ന അനുഭവവും പ്രാർത്ഥിച്ചവൻ കണ്ടു. പ്രാർത്ഥിച്ച കർത്താവായ യേശു ക്രിസ്തു കണ്ടിട്ട് അവൻ കടലിൽ മീതെ ആരോടൊന്നും ചോദിച്ചില്ല. പ്രാർത്ഥിക്കുന്നവന് കിട്ടുന്ന വെളിപ്പാട്, 3-ാമത്തെ വെളിപ്പാട്. 4-ാം യാമത്തിൽ കർത്താവായ യേശു ക്രിസ്തു കടലിൽ മീതെ നടന്നു ചെന്നു. ഇവിടെ പറയുമ്പോൾ
യോബിൻ്റെ പുസ്തകം 9:8 പ്രവചനം. അവൻ തനിച്ച് ആകാശത്തെ വിരിക്കുന്നു, സമുദ്രത്തിൻ്റെ തിരമാലകളിന്മീതെ നടക്കുന്നു. അവിടെ പ്രവചിച്ചു എങ്കിലും അരുമ ശിക്ഷകണങ്ങൾ കടലിന്മീതെ നടന്നു വരുന്നത് അവർ കണ്ടു എടുത്തു. 4-ാം യാമം 3 മണി മുതൽ 6 മണി വരെ 4-ാം യാമമാണ്. ഈ 4-ാം യാമത്തിൽ ശക്തമായി പ്രാർത്ഥിച്ച്, അപ്പം ഘട്ടം ഘട്ടമായി 9 മണിക്ക് പ്രാർത്ഥിച്ചാൽ ഏകാഗ്രത കിട്ടൂല, പലർക്കും ഏകാഗ്രത ഇല്ല. 12 തൊട്ട് 9 തൊട്ട് 12 മണി വരെ ഏകാഗ്രത കിട്ടൂല. 12 തൊട്ട് 3 മണി വരെയുള്ള സംഭവം ഞാൻ പറഞ്ഞല്ലോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ചിലർക്കൊന്നും ആത്മീയരായ ദൈവദാസന്മാർക്കും ദാസിമാർക്കും ഒക്കെ ഇത് മനസ്സിലാവത്തുള്ളൂ. ആത്മീയരായവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അർദ്ധരാത്രിയിലെ സംഭവം എന്താണെന്ന് തിരുവെഴുത്തുകളിൽ കൂടെ ഞാൻ തെളിയിക്കും. അതുമാത്രവുമല്ല, അടുത്തതായിട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു പദം ഇതാണ്: കണ്ടു വലിച്ചു കുഴഞ്ഞ് മുങ്ങിത്താഴുവാൻ പോയ അരുമ ശിക്ഷകണങ്ങളോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാനാകുന്നു എന്ന് പറഞ്ഞ് അവരെ വിടുവിച്ച ആ സമയമാണ് 4-ാം യാമം. ആ 4-ാം യാമത്തിൽ 3 മണി മുതൽ 6 മണി വരെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. പണ്ടൊക്കെ ഉഷകാലം നാം എഴുന്നേൽക്കുക എന്നുള്ള പാട്ടുകൾ പാടി ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് എഴുന്നേൽക്കുമായിരുന്നു 3 മണിക്ക്. എൻ്റെ ഓർമ്മയായ കാലത്ത് ഞങ്ങളുടെ അപ്പൻ 3 മണിയാകുമ്പോൾ ഞങ്ങളെ തട്ടി ഉണർത്തും, എഴുന്നേൽപ്പിക്കുക. ഈ പാട്ടുകളൊക്കെ പാടിച്ച് 4-5 പാട്ട് പാടി പ്രാർത്ഥിച്ച് പിന്നെയാണ് അല്പസമയം വീണ്ടും കിടന്നുറങ്ങുന്നത്. ആ പാട്ടുകളൊന്നും കേൾക്കാനില്ല. എന്നാൽ ചില ഭക്തന്മാരുടെ വീട്ടിലില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചിലരുടെ വീട്ടിൽ കണ്ടേക്കാം, ഉണ്ടായേക്കാം. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. ഞാനൊരു പാട്ട് എഴുതി വച്ചിട്ടുണ്ട്, പ്രഭാത പാട്ട്. ഉഷകാലം നാം എഴുന്നേൽക്കുക എന്നുള്ള പാട്ടിനോട് ചേർന്നാണെങ്കിലും വേറൊരു തൂണ് ഏകദേശം അതൊക്കെയാണെങ്കിലും വേറെ ഈരടികളിൽ ഒരു പാട്ട് ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. പ്രഭാതത്തിൽ എഴുന്നേറ്റ് പലരെ എനിക്കറിയാം, അലാറം അടിക്കും, അവർ ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടക്കും. പലരും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് മോശയോട് ദൈവം പറഞ്ഞു, അതികാലത്തെ പർവ്വതത്തിലേക്ക് കയറുക. അബ്രഹാം അതികാലത്തെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട യാഗത്തിന് പുറപ്പെട്ടു. അതികാലത്തെ മഗ്ദലക്കാരി മറിയയും കൂട്ടരും അവർ അതികാലത്തെ കല്ലറയ്ക്കലെത്തി. കർത്താവിനോടുള്ള സ്നേഹം, അതികാലത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർക്ക് അന്ന് വേണ്ടതായ നന്മയും അനുഗ്രഹങ്ങളും, ഭൗതിക നന്മയും ആത്മീയ അനുഗ്രഹങ്ങളും കൊടുത്ത് സ്വർഗത്തിലെ ദൈവം മാനിക്കുവാൻ ശക്തനാണ്. അതുകൊണ്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം ഈ 4 യാമങ്ങൾ വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് സങ്കീർത്തനക്കാരനോട് ഞാൻ തിരുവചനം 119-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചതുപോലെ തിരുവചനം ധ്യാനിക്കേണ്ടതിന് അവിടെ എഴുതിയിരുന്ന ഒരു 119-ാം സങ്കീർത്തനം 148-ാം വാക്യം, എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. 12 മുതൽ 3 മണി വരെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദേശത്തിലെ അന്ധകാര ശക്തികളെ വെട്ടണം. കാട്ടുമൃഗങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ് 9 തൊട്ട് 12 മണി വരെ. 104 സങ്കീർത്തനം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ മനുഷ്യൻ സൂര്യൻ ഉദിക്കുമ്പോൾ 104 സങ്കീർത്തനം 23-ാം വാക്യം, സൂര്യൻ ഉദിക്കുമ്പോൾ മനുഷ്യൻ തൻ്റെ വേലയ്ക്കായി പോകുന്നു, സന്ധ്യ വരെയുള്ള വേലയ്ക്കായി തന്നെ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് അടിയനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അടിയനെ കുടുംബമായി 3 കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു, ശുശ്രൂഷകളെ ഏൽപ്പിക്കുന്നു. ഏൽപ്പിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ വിശുദ്ധിയോടെ അവിടുത്തെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആമേൻ മുന്നോട്ട് പോകുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷീണിപ്പിക്കുവാൻ ശത്രു പോരാടുമ്പോൾ, മനസ്സ് ക്ഷീണിപ്പിക്കുവാൻ ശത്രു പോരാടുമ്പോൾ, ശാരീരികമായും മാനസികമായും പോരാടുമ്പോൾ കർത്താവെ, അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു.
കർത്താവ് ഇന്നയോളം നടത്തി, കരം പിടിച്ച് നടത്തി ഏൽപ്പിച്ച ദൗത്യം ആരുടെയും മുൻപിൽ തലകുനിക്കാതെ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ദൈവവചനം പ്രഘോഷിക്കുവാൻ, വചനാടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ അള്ളപ്പാടുകൾ അറിയിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. ഇതിനെ കുടുംബമായി ഏൽപ്പിക്കട്ടെ. ഈ അടിയൻ പാർക്കുന്ന ഈ ദേശത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 29 സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികൾ നീതി പുലർത്തട്ടെ, അതിനായി പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാനസാന്തരം കൊടുക്കണം. പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭരണാധികാരികൾക്ക് മാനസാന്തരം കൊടുക്കണമേ. സകലർക്കും മാനസാന്തരം കൊടുക്കണം. കർത്തൃവയലിൽ അധ്വാനിക്കുന്ന ദൈവഭൃത്യന്മാർക്കായി സ്തോത്രം. വളരെ കഷ്ടതകളിലും വേദനകളിലും ഭാരങ്ങളിലും കൂടെ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ഓരോരുത്തരോട് കൂടെ ഇരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ കെട്ടിച്ചു വിടുവാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്. കർത്താവെ, അവരോട് കരുണ കാണിക്കണം, മനസ്സലിയണം. കടഭാരത്തിൽ മുങ്ങി നിൽക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്. കർത്താവെ, കുടുംബാംഗങ്ങളുണ്ട്. കർത്താവെ, അവരോട് ദൈവം കരുണ കാണിക്കണം, മനസ്സലിയണം. ഇതിനെ താഴ്ത്തുന്നു. മത്സ്യം പിടിക്കാൻ പോകുന്നവർ, രാജ്യം കാക്കുന്നവർ, വക്കീലന്മാർ, പോലീസ് അധികാരികൾ, ജഡ്ജിമാർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജാതി മത സംഘടനാ വ്യത്യാസമല്ല, തലമുറകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കുടുംബാംഗങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനവും സന്തോഷവും കൊടുക്കണമേ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് ദൈവവചനം ധ്യാനിക്കുമ്പോൾ, മത്തായി 5 വായിക്കുമ്പോൾ, മത്തായി 5:9 വായിക്കുമ്പോൾ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനത്തോടെ സന്തോഷത്തോടെ ഞങ്ങളായിരിക്കാൻ ദൈവം സഹായിക്കും. അതിനെ താഴ്ത്തുന്നു. പ്രാർത്ഥന ഘട്ടത്തിനായ സമയം, ഇത്രയും സമയം 4 യാമങ്ങളെക്കുറിച്ച് പറയുവാൻ പ്രഘോഷിക്കും. ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. മഹത്വം എടുക്കണമേ. പ്രാർത്ഥന കേട്ടുള്ള നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൻ്റെ പിതാവേ, ആമേൻ, ആമേൻ. വാട്ട് പ്ലസ് യു ഓൾ അബണ്ടലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാത്തുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ.